ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചക്ക വറുത്തതാണ് ഉണ്ടാക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല കറുമുറാന്ന് പറയുന്ന ചക്ക വറുത്തത് ഉണ്ടാക്കാനുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഞാനിവിടെ ചക്ക ഇതുപോലെ നീളത്തിൽ ഈ ഒരു കനത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്ക വറുക്കാൻ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നല്ല മൂത്ത് വിളഞ്ഞ ചക്ക തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. പിന്നെ വരിക്കച്ചക്ക എടുക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് കാലം ഇത് തണുത്തു പോവാതെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. പിന്നെ നമ്മൾ ചക്ക ഇതുപോലെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് അതിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്തിട്ട് സെൻറ്റർ മാത്രം ഒന്ന് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്ത് പോരാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പോ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു ചക്ക ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാലം തണുത്തു പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മൾ ഈ ചക്ക ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എണ്ണ നല്ല ചൂടായിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പൊങ്ങി വരും കേട്ടോ. അത് കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ അത് താന്നു പോവും. പിന്നെ നമ്മൾ ഇത് ചക്ക ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല കേട്ടോ. ഇത് ഇതുപോലെ തന്നെ നിൽക്കണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു സമയമാകുമ്പോഴാണ് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചക്ക ഇടുന്ന സമയത്ത് നല്ല ചൂടിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു സമയമാകുമ്പോഴേക്ക് നമുക്ക് ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. എന്നാലും ചൂട് കുറഞ്ഞു പോവരുത്. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ബാക്കിയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഈ ചക്കയിൽ നിന്ന് വരുന്ന ഈ ഒരു നാച്ചുറൽ കളർ മാത്രമാണ് ഇതിലുള്ളത്. നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ആദ്യം ചേർത്തിട്ട് നമ്മൾ ചക്ക വറുത്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തണുത്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നും ചേർക്കാതെ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ, ഒരു കരകര സൗണ്ട്, ആ ഒരു സൗണ്ട് വരുന്നത് വരെയാണ് കേട്ടോ നമ്മളിത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ, ഇങ്ങനെ തട്ടി കൊടുക്കുന്ന സമയത്തുള്ള ഒരു സൗണ്ട് കണ്ടോ, ഈ ഒരു സൗണ്ട് വരെയാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കേണ്ടത്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. പിന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്ന സമയത്ത് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് കോരിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ നല്ല കറുമുറയെ പറയുന്ന നമ്മുടെ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു ചക്ക വറുത്തത് തണുത്ത് പോവാതിരിക്കാൻ നമ്മൾ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചക്ക ഇടുന്ന സമയത്ത് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാൻ നോക്കുക. പിന്നെ നല്ല മൂത്ത ചക്ക മാത്രം നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വെക്കുക. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതാ നമ്മുടെ ചക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എന്താ പറയുക, ഒരു കിലുങ്ങുന്ന സൗണ്ടുള്ള ഒരു പരുവത്തിലാണിത് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല എന്താ പറയുക, ഒരു ഹെയർ കണ്ടെയ്നർ എടുത്തിട്ട് ഒന്നും കൊള്ളാത്ത നല്ലൊരു ടൈറ്റായിട്ടുള്ളൊരു ടോപ്പൊക്കെ ഉള്ളൊരു ബോട്ടിലോ കുപ്പിയോ എന്തെങ്കിലും ഇട്ടിട്ട് അതിൽ അടച്ച് വെച്ചിട്ട് ഒരുപാട് കാലം അത് ഇതുപോലെ തന്നെ കേടുകൂടാതെ നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചാൽ നമ്മളിതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ നമ്മൾ ഈ ചക്ക വറുത്തൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിടുമ്പോൾ കൂടി പോകരുത്, കുറച്ചൊന്ന് ഉപ്പിട്ടിട്ട് നമ്മളിതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് കുലുക്കി ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഉപ്പിൻ്റെ ഒരു രസം എത്തിയിട്ടുണ്ടാവും. പിന്നെ ഈ സമയത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാൻ എടുക്കുന്ന അത്രയും എടുത്തിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് മുളക് പൊടി വെതറി കൊടുത്താൽ മതി. നമ്മൾ കുറേ കാലം തണുക്കാതെ വെക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഉപ്പ് പൊടി മാത്രം കുറച്ചിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ, ടേക്ക് കെയർ.